ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷം നമ്മളിന്ന് റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. നല്ലൊരു പാൽക്കപ്പ തയ്യാറാക്കാം. എങ്ങനെയാണ് പെട്ടെന്ന് പാൽക്കപ്പ തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യൂ. ആദ്യം തന്നെ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. ഇവിടെ നമ്മൾ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഇങ്ങനെ പീസാക്കി കൊത്തിയിട്ടതുപോലെ ഇങ്ങനെ പീസാക്കി എടുത്തിരിക്കുകയാണ്. നമ്മൾ കുക്കറിലിട്ടിട്ടാണ് കപ്പ വേവിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. കപ്പയിൽ ഉപ്പ് ചേർത്ത് വേവിക്കുമ്പോഴാണ് കപ്പയ്ക്ക് അകത്തേക്കൊക്കെ നന്നായിട്ട് തന്നെ ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൽ 1 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കപ്പ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. നമുക്കിത് ഒരു കുറഞ്ഞ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്താം. നന്നായിട്ട് തന്നെ കപ്പ വെന്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 2 വിസിൽ വന്ന് നമ്മളിത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. മുഴുവൻ പ്രഷറും പോയതിന് ശേഷം നമുക്കിനി ഓപ്പൺ ചെയ്യാം. നന്നായിട്ട് തന്നെ കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടോ, നന്നായിട്ട് ഉടയുന്നുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്കത് വേവിച്ചെടുക്കാൻ. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. നമ്മൾ ചോറൊക്കെ വാർത്തെടുക്കുന്ന ഒരു അരിപ്പയാണത്. അപ്പോൾ അതിലേക്ക് നേരെ ഇങ്ങനെ ഇട്ട് ഊറ്റിയിട്ട് നേരെ നമ്മൾ ഇനി കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ടേക്കാണ് മാറ്റുന്നത്. ഇനി നമ്മളിവിടെ പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാന്താരിയും അതുപോലെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് അതിൽ ചേർക്കണം. ഇടികല്ലിൽ ഇട്ടിട്ടാണ് നമ്മളിത് ചതച്ചെടുക്കുന്നത്. ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ചതഞ്ഞ് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരി മുളകും കൂടി ചേർക്കാം. കാന്താരി മുളകൊക്കെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. പാൽക്കപ്പയ്ക്ക് ഏറ്റവും ടേസ്റ്റ് ഈ കാന്താരി മുളക് ചേർക്കുന്നതാണ്. നമ്മളിപ്പോൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മുളകിൻ്റെ എണ്ണത്തിൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങളിത് വെള്ളം ഇതുപോലെ കുക്കറിലല്ല വേവിക്കുന്നത്, വെള്ളം വെച്ച് പാത്രത്തിൽ നോർമലി നമ്മൾ വേവിച്ചെടുക്കുന്ന പോലെ വേവിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കപ്പ നന്നായിട്ട് തന്നെ ഉടയ്ക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ഇളക്കി ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നന്നായിട്ട് തന്നെ ഒരു ഉടഞ്ഞ പോലെ ആവുകയും ചെയ്യും. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത കൂട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. നമ്മളിവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം നോർമൽ തേങ്ങ ഉപയോഗിച്ചിട്ട് പാലെടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ 1-ാം പാലും 2-ാം പാലും എന്നുള്ള കണക്കിന് എടുക്കേണ്ട, ഒറ്റ പാലിന് പിഴിഞ്ഞെടുത്താൽ മതി. നമ്മളിവിടെ 1 കപ്പ് തന്നെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഇനി കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഒരു ക്രീം പരുവത്തിന്, അങ്ങനെയുള്ള ഉണ്ടാവുക പാൽക്കപ്പ. അപ്പോൾ ഒരു ക്രീം പരുവത്തിനാവുന്നത് വരെ നമുക്കിങ്ങനെ വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഒന്നിങ്ങ് തിളച്ച് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ ഒരുപാടായി എന്ന് വിചാരിക്കേണ്ട. കപ്പയാണ്. കപ്പ നന്നായിട്ട് തന്നെ ഇതിൽ പിടിച്ച് നന്നായി കുറുകിയ ചാറന്നെയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തന്നെ കപ്പ ഇപ്പോൾ ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്ന് നന്നായിട്ട് ഇങ്ങനെ കുഴഞ്ഞ് നല്ല പരുവായിട്ട് വരുന്നുണ്ട്. ഒന്നും കൂടി അങ്ങ് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് മുൻപ് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തന്നെ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്യാം. ഇനി ചെറുങ്ങനെ ഒന്ന് ഇതിൽ താളിച്ചൊഴിക്കാനുണ്ട്, അല്ലെങ്കിൽ വറവിടാനുണ്ട്. അതും കൂടി ചെയ്താൽ റെഡിയാവും കേട്ടോ. ഇത് കഴിക്കാനാകുമ്പോഴേക്കും ഒന്ന് ചൂടാറുമ്പോഴേക്കും തന്നെ നമുക്കത് ശരിക്കും കറിയൊക്കെ കൂട്ടി കഴിക്കാനുള്ള ആ ഒരു പരുവാവും. ഇനി നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിത്തീരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട്
നമുക്ക് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു ചെറിയ ലൈറ്റ് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ചെറിയ ഉള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നങ്ങ് ഇളക്കി കൊടുത്ത് നേരെ നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്നൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ആണെങ്കിലും മീൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും അങ്ങനെ ഒരുവിധം എല്ലാ കറികളിലേക്കും പോകുന്ന ഒരു അടിപൊളി ഡിഷാണ് പാൽക്കപ്പ. അപ്പോൾ എല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഇതുപോലെ പുതിയ ഡിഷസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.